കദിബാൻ, കളവ് പെരുക്കലാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന വതജഅലൂന റിസ്ഖകും അന്നകും തുകദിബൂൻ. പച്ചക്കള്ളം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം വരും. പച്ചക്കള്ളം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം വരും. കളവിനെ എത്രത്തോളം പേടിച്ചു എന്നറിയോ നിങ്ങൾ റസൂലുള്ളാഹ്? ഒറ്റ സംഭവം കൂടെ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അദ്ദേഹം പറയാൻ അന്നഹു ഖാൽ, മഹാനവറുകൾ പറഞ്ഞു, ദഅത്നി ഉമ്മി യൗമ, എന്റെ ഉമ്മ ഒരിക്കൽ എന്നെ വിളിച്ചു. ചെറിയ പയ്യനായിരുന്ന കാലത്ത്, കുട്ടിയായിരുന്ന കാലത്ത് ഉമ്മ മോനേന്ന് വിളിച്ചു. അബ്ദുല്ലാ വാ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉമ്മ വിളിക്കുമ്പോ റസൂലുള്ളാഹി ഖായിദും ഫീ ബൈതനാ, റസൂലുള്ളാഹി ഞങ്ങളെ വീട്ടിലുണ്ട്, ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോ ഉമ്മ എന്നെ വിളിക്കുന്നത് കേട്ടു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്തേ പറഞ്ഞത്? ഫഖാലത്ത്, എന്റെ ഉമ്മ പറഞ്ഞു, ഹാ തആൽ ഉതി, മോനെ വാ, ഞാൻ നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞു. കണ്ടങ്ങള്, ഹാ തആൽ ഉതി, വാ, ഞാൻ നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞു. ഇതുമാര് സാധാരണ വിളിക്കണ, വന്ന് നോക്കുമ്പോ ഒരു ചുക്കും ഉണ്ടാവില്ല. കുട്ടീനെ കിട്ടാനുള്ള പരിപാടിയാ. ഞാൻ നിനക്ക് നല്ലൊരു സാധനം തരാന്ന് പറയും. വന്ന് നോക്കുമ്പോ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തേ ഇപ്പോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചത്രേ, ഫഖാല ലഹാ റസൂലുള്ളാഹി, സാധാരണമാരിങ്ങനെ വിളിച്ചിട്ട് വെറുതെ കൊശയാക്കി കളയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി ചോദിച്ചു, അമാ അറത്തിയാം തൊഴുത്തീഹി, വന്നാപ്പ എന്താ അവന് കൊടുക്കാൻ കരുതിയെന്ന് ചോദിച്ചു. ആ കുട്ടി ഇപ്പൊ വന്നാൽ എന്താ അവന് കൊടുക്കാൻ കരുതിയെന്ന് ചോദിച്ചു. കാലത്ത് എഴുത്തീഹി തമ്പ, വരികയാണെങ്കിൽ ഒരു കാരക്കച്ചോളയെങ്കിലും ഞാൻ കൊടുക്കും നബിയേ. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതിഹി ഷൈആ കുതിബത് അലൈകി കദിബ സദഖ റസൂലുള്ളാഹി. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കൊടുക്കും എന്നോടുകൂടി കഴിഞ്ഞു. ഞാൻ റസൂലുള്ളാഹി ചോദിച്ചപ്പോഴേക്കും എന്നെ പെണ്ണിന് തിരിഞ്ഞു കാണണം, ഇത് എങ്ങോട്ടാ പോക്ക്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? റസൂലുള്ളാഹി പറഞ്ഞു, അഥവാ ഈ കൊടുത്തിട്ടില്ലെങ്കിലേ ഇന്നക്കി അമാ അറിയണം, ഇന്നക്കിലം തൊഴുത്തിഹി ഷൈഅ, അക്കുട്ടിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഒന്നും വരാ വാ എനിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തില്ലെങ്കിൽ കുതിബത അലൈകി കദിബ, നിന്റെ റെക്കോർഡിൽ ഒരു കള്ളം അല്ലാഹു എഴുതി വെക്കും. ഒരു കള്ളം പറഞ്ഞ കുറ്റം നിന്റെ റെക്കോർഡിൽ അവിടെ സ്ഥിരപ്പെട്ട് കിടക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതൊക്കെ അതാരാ ചിന്തിക്കലും? വളരെ നിസ്സാര കേസാണല്ലോ. അപ്പൊ ഇങ്ങനെ പോലും കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ ഈ അടച്ച് 4 ഭാഗം അടച്ച് കെട്ടി കള്ളം പറയുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കേണ്ടതാണ്. കളവ് പറയുക ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു പോകാൻ പാടില്ല. കഫാ ബിൽ മർഇ സുമൻ, ഒരു മനുഷ്യൻ ഒരു ബടാ പാപ്പിയാകാൻ എമ്പാടും മതി അൻ യുഹദ്ദിസ ബികുല്ലി മാ സമി, കേൾക്കുന്നതൊക്കെ പറയുക. കേൾക്കുന്നതൊക്കെ പറയാ, ടെലിവിഷനിൽ കേട്ടതൊക്കെ പറയാ, പത്രത്തിൽ കണ്ടതൊക്കെ പറയാ, ഏത് നുണയെ ഏറ്റുപിടിക്കുക. ഇത് തന്നെ മതി ഒരു മനുഷ്യൻ കള്ളം പറയുന്നവനായി വിധി എഴുതാൻ. നാം അറിയാതെ വരുന്ന കച്ചവടത്തിൽ കള്ളം നല്ലോണം വരും. കച്ചവട മേഖലയിൽ അവിടെ നന്നായി ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞു പോയിട്ടുണ്ടാവാം. കാരണം കമ്പനി തരുന്ന ഓഫറാ നമ്മൾ ഇവരോട് പറയുന്നത്. കമ്പനി തരുന്ന ഈ പ്രൊജക്ടിന് കമ്പനി തരുന്ന ഓഫറാ നിങ്ങൾ ഉപഭോക്താക്കളോട് പറയുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പറഞ്ഞു സംഗതി കമ്പനി പച്ചക്കള്ളാ പറഞ്ഞത്, എന്നാലും നമ്മൾ വിടുമല്ലോ. നമ്മൾ അറിയാതെപ്പെട്ടതാണ്, അറിഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല. അറിയാതെപ്പെട്ടാൽ അത് പൊറുക്കപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഖൈസ് ഇബ്നു അബീ ഖറസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്ന, അത്താന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങാടിയിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു. വനഹ്നു ഫി സൂഖ്, ഞങ്ങൾ അങ്ങാടിയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി സൂഖ യുഖാലിതുഹൽ ലഹു വൽ കദിബ്, ഈ അങ്ങാടിയിൽ അശ്ലീലവും കളവും വല്ലാതെ വരുന്ന ഒരു മേഖലയാണ് അങ്ങാടി. അങ്ങാടിയിൽ അശ്ലീലവും കളവും ഇടക്കിടക്ക് കൂടിക്കലരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഫശൂബൂഹാ ബിസ്സദഖ, നിങ്ങൾ അതിനെ സ്വതക്കയും കൂടെ കൂട്ടിക്കലർത്തണം, ആ പാപം പൊറുപ്പിക്കാൻ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അറിയാതെ നമ്മളിൽ നിന്ന് വല്ല ലഹുവോ കദിബോ ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് പൊറുക്കാൻ നിങ്ങൾ നന്നായി ദാനം ചെയ്യണം, നന്നായി ദാനം ചെയ്യണം. കച്ചവടക്കാർ സ്വതക്ക ചെയ്ത് ആ കുഴപ്പം തീർത്തു വിടണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇമാം നസായി ബാബുൽ ലഹ്വി വൽ കദിബ് എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇങ്ങനെ കുറേ സംഗതികൾ ഇത് സംബന്ധമായി പറയാനുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ അവഗണിക്കരുത്. അതാ നമ്മൾ ഇന്ന് പറഞ്ഞത്. ഖുർആൻ എന്ത് പറഞ്ഞോ അത് അപ്പടി ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും തയ്യാറാവണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഖുർആനിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം അതും കൂടെ പറയുന്നു. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്ക് ആരോ ചോദിച്ചു, ഗൾഫിൽ പോയി വന്ന സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ കേരളത്തിലൊന്നും സജദത്ത് തിലാവത്തിന്റെ പരിപാടി ഇല്ലേ, തിലാവത്തിന്റെ സുജൂദിന്റെ പരിപാടി ഇല്ലേ?
ഖുർആനിനെ പരിഗണിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് സുജൂദ് ചെയ്യേണ്ട ചില ആയത്തുകളുണ്ട്. അത് ഓതിയാൽ ഉടനെ സുജൂദ് ചെയ്തു കൊള്ളണം, സുന്നത്താണ്. അപ്പോൾ ഇവിടെയുള്ള പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇനി ചെയ്യുന്നവർ തന്നെ വല്ലാത്ത ക്രമക്കേടുകൾ ചെയ്യുന്നുണ്ട്. 2 സുജൂദൊക്കെ ചെയ്യുന്നുണ്ട് സജൂദ് തിലാവത്തിന്റെ സുജൂദ് 2 ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പറയാണ് തിരുത്താൻ വേണ്ടിയിട്ട്, ഓത്ത് അത് ഖുർആനിൽ അടയാളം വരും, ആ ആയത്ത് വരുമ്പോൾ അടയാളം ഇട്ടിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ മുസ്ഹഫ് എകറുള്ള ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു മുണ്ടിലെവിടെയും വെച്ചിട്ട് അതിനെ ആദരിക്കണം. അത് തന്നെ മുസ്ഹഫാണ്ട് നിലത്തേക്കാണ് വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ടാണ് സുജൂദ് ചെയ്തു, ഒരു മുണ്ട് പോലും വെക്കാതെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. എന്തൊക്കെയോ കാട്ടികൾ, ഗൾഫിലാണ് അധികം അതൊക്കെ അങ്ങനെയൊക്കെ കാണുന്നത്. മറ്റേറാ മുസ്ഹഫ് അങ്ങോട്ട് നീക്കി വെച്ചു, അവനാണ് സുജൂദ് ചെയ്തു, കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമ. അപ്പോൾ അതൊരു മുണ്ടിൽ വേറെ വെക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വെക്കുക, എന്നിട്ട് സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യാന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ പുറത്താണെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നിസ്കാരത്തിലാണുള്ളതെങ്കിൽ സജദത്തു തിലാവത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാമ് സജദന്റെ ആയത്തോതിയാൽ, ഇമാമ് സജദന്റെ ആയത്തോതിക്കഴിഞ്ഞാൽ നമ്മൾ ഇമാമിൻ സുജൂദ് ചെയ്താൽ ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്യാം. ഇമാമ് സജദന്റെ ആയത്തോതി പക്ഷെ ഇമാമ് സുജൂദ് ചെയ്യണില്ല എന്നാൽ നമ്മൾ മൗമൂമിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇമാമ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മൗമൂമ് ചെയ്യാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവും. ഇമാമ് ചെയ്തു മൗമൂമ് ചെയ്തില്ല, നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ മൗമൂമ് ചെയ്തു ഇമാമ് ചെയ്തില്ല എന്നാലും നിസ്കാരം ബാത്തിലാകും. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇമാമിന്റെ മുതാബഅത്ത്, ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞിടത്ത് തന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. മൗമൂമ് ഇമാമ് സുജൂദ് ചെയ്ത വിവരം അറിഞ്ഞിട്ടില്ലെങ്കിലോ, വലിയ പള്ളിയൊക്കെ ആവുമ്പോൾ ഇമാമ് സുജൂദ് ചെയ്ത വിവരം മൗമൂമ് അറിഞ്ഞില്ല, ഇല്ലാ ബഅദ റഫ്ഇ റഅ്സിഹി മിനസ് സുജൂദ്, സുജൂദ്